ജനാല അടച്ചിട്ടുണ്ട്. ഏ ജനാല അടച്ചിട്ടുണ്ട്. തുറന്നിട്ടേറാ ചവി. പാട്ടും കേട്ട് ഒന്ന് ഇറച്ചി വെട്ടാന്ന് വെച്ചാ അതും സമ്മതിക്കില്ല. അപ്പൊ റാഫേലോ ഒരാഴ്ച കഴിയാതെ അവന് വരാൻ പറ്റില്ല. എന്നിട്ട് അവനെ അവിടെ തനിച്ചാക്കിട്ട് നീ ഇങ്ങോട്ട് പോരിയായി? കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നു. ആശുപത്രിയിലൊക്കെ ഇപ്പൊ എന്ത് ചെലവാന്നറിയോ? ആശുപത്രിയിലാ? അതെ, അവന് തൊണ്ടയിൽ ചെറിയൊരു വേദന. സിറ്റിയിലുള്ള ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. പേടിക്കാനൊന്നുമില്ല. എപ്പോഴാ കിടത്തിയേ? ഒരാഴ്ചയായി. എന്റെ മോനെ ഒരാഴ്ച ആശുപത്രി കിടത്ത് നീ ഇപ്പഴാ വന്ന് പറഞ്ഞേ? എന്റെ മോനെ എന്തുണ്ടാ പറ്റിയേ? പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ കാർലോസ് ചേട്ടാ? ഇവിടെ ഇതാണ് ഹോസ്പിറ്റൽ. രണ്ടാമത്തെ നില, റൂം നമ്പർ 204. ഞാൻ STD വിളിച്ച് ഒരു ഗാനമേളയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് വരാം. ഓക്കെ? എടോ, തനിക്കെന്താ കണ്ണുണ്ടൂടെ? മനുഷ്യൻ നടക്കണ വഴിക്ക് ചില്ലുകൊണ്ട് വെച്ചിട്ട് പോക്കത്തിനും വേണ. നിങ്ങൾ ആരാ? പേഷ്യന്റ് ആണോ? എന്തോട്ട് പേഷ്യന്റ്? എന്റെ പേര് കാർലോസ് ആണ്. കാലം കാർലോസ് എന്ന് പറഞ്ഞാലേ അറിയൂ. കശാപ്പുകാരനാണ്. ആ പൊട്ടിച്ച ഗ്ലാസിന്റെ പൈസ വേഗം അടച്ചേ. പൈസയോ? പേടിപ്പിക്കാൻ? പൈസ എനിക്ക് പ്രശ്നമില്ല കേട്ടോ. പൊള്ളാച്ചിന്ന് 100 എരുമേനെ കൊണ്ടുവന്ന് മറിച്ച് വിറ്റിട്ട് ഈ ആശുപത്രി ഞാൻ വിലക്കാൻ വാങ്ങും. കൂടുതൽ സംസാരിക്കണ്ട. ഓഹോ, ഈ പറഞ്ഞത് ചെയ്തിട്ട് വല്ല സർക്കാർ ആശുപത്രിയിലും പോയിക്കോ. സർക്കാർ ആശുപത്രിയിൽ എന്താ മോടെ അമ്മായിയമ്മ കിടപ്പുണ്ടാ? എന്റെ ആരുമില്ല കേട്ടോ. എന്റെ മോൻ റാഫേൽ ഇവിടാണ്. ഏത് റൂമിലാ നിങ്ങളുടെ മകൻ റാഫേൽ കിടക്കുന്നത്? 2ാം നിലയില് 204. നിങ്ങൾക്ക് ആശുപത്രി തെറ്റിക്കാണും. 204 റാഫേൽ അല്ല, ഒരു ജോൺസണാ. ജോൺസണാ? ഹൈ, നിങ്ങളെ കൂടെ അവനെ പേരാ മാറ്റിയ? റാഫേലാണ്. ഈ സിനിമയിലൊക്കെ പാടില്ലേ, മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി. അതൊക്കെ അവൻ പാടിയാണേ. ഞാനവന്റെ അപ്പന്നെ. സംശയം ആർക്കെങ്കിലും എന്റെ റൂമിലേക്ക് വന്നോളൂ. ഈ സിനിമയിലൊക്കെ പാടാനുള്ള റാഫേൽ എന്റെ മോനെ. വരട്ടെ?